റോഡുകളുടെ വലിപ്പവും നിർമ്മാണ രീതിയുമെല്ലാം ഈ നാടുകളിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മലയാളിയായ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു കല്യാണത്തിൻ്റെ ഭാഗമായി ഓസ്ട്രേലിയയിലുള്ള തൻ്റെ ഫാമിലിയുടെ ഭാഗമായിട്ടുള്ള ആളുകളെയും മറ്റു കൂട്ടുകാരെയും എല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. കൊച്ചി മുതൽ തിരുവല്ല വരെ ഏകദേശം 88 കിലോമീറ്ററാണ് ദൂരം. അത്രയും ദൂരം സഞ്ചരിക്കാൻ ഏകദേശം 4 മണിക്കൂറിന് മേലെയാണ് അവർക്കന്ന് ചിലവായത്. കൂടാതെ റോഡിലെ നമ്മുടെ തനതായ മലയാളിയുടെ അഭ്യാസം കണ്ട് അവർ അമ്പരന്നു. അന്നത്തെ ആ യാത്രയിലുണ്ടായിരുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം പേരും ഇനി ഒരിക്കലും കേരളത്തിലൂടെയോ ഇന്ത്യൻ നിരത്തുകളിലൂടെയോ ഒരിക്കലും യാത്ര ചെയ്യുവാൻ താല്പര്യപ്പെടാൻ സാധ്യതയില്ല. അത്രമേൽ അപലപനീയമാണ് നമ്മുടെ റോഡ് സംവിധാനങ്ങളെല്ലാം. നമ്മുടെ നാട്ടിൽ ഒട്ടും തന്നെ ഇല്ലാത്ത ഒന്നാണ് എക്സ്പ്രസ് ഹൈവേകൾ. അതിവേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്ന ഭാഷ്യത്തിൽ റോഡുകൾ നിർമ്മിക്കും. അതിനുശേഷം ആ റോഡിലൂടെ തന്നെ ആ നാട്ടിലെ സകലമാന വാഹനങ്ങളെയും കടത്തിവിടും. പട്ടാണിക്കടല വിൽക്കുന്ന ചെറിയ പെട്ടിവണ്ടികളെ വരെ ആ വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരിക്കലും അഭിലഷണീയമല്ല. നമുക്ക് വേണ്ടത് എക്സ്പ്രസ് ഹൈവേകളാണ്. ഇന്നാട്ടിൽ അത്തരത്തിലുള്ള ഹൈവേകളുടെ പ്രത്യേകത എന്തെന്നാൽ വളരെ വേഗതയിൽ പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വളരെ വേഗതയിൽ പോകേണ്ടുന്ന വാഹനങ്ങളെ മാത്രമേ അത്തരത്തിലുള്ള നിരത്തുകളിലൂടെ കടത്തിവിടുകയുള്ളൂ. ആ നിരത്തുകളിൽ നമ്മൾ വാഹനം ഒരു തവണ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു നിശ്ചിത വേഗതയ്ക്ക് താഴെ നമുക്ക് പോകാൻ സാധിക്കുകയില്ല.